ഏവർക്കും കരിയർ ഗീക്കിൻ്റെ മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ MS എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സെറ്റിങ്സുകളും ബേസിക് ഇൻ്റർഫേസും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സലിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കുറേ ഫങ്ഷൻസ്, റിബൺസുകൾ അവയെല്ലാം നമ്മൾ കാണുകയാണ്. കൂടാതെ ഷോർട്ട് കട്ട് കീസ് ഇവയൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇവിടെ കുറച്ച് ഡാറ്റ എഴുതിയിട്ടുണ്ട്. ഒരു ഡാറ്റ സീരിയൽ നമ്പർ ഉണ്ട്, കുറച്ച് പ്രോഡക്ട്സുകളുടെ പേരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്ട്സുകളുടെ പേര് എഴുതിയിരിക്കുന്നിടത്ത് ആദ്യത്തെ പ്രോഡക്റ്റ് നോക്കുക, സൺഫീസ്റ്റ് ഡാർക്ക് ഫാൻറ്റസി. ഇത് ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് മാർക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെല്ലിൽ തന്നെ ഫിറ്റ് ആയിട്ട് കണ്ടന്റ് നിൽക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ഈ ഒരു കേഴ്സർ കണ്ടോ, എച്ചിൻ്റെ ഇവിടെ ഒരു തരും, ഈ ഒരു സിമ്പിൾ മാറിയിട്ടുണ്ട്, ഒരു ആരോ 2 സൈഡിലിട്ടുള്ള ആരോ ആയിട്ട് മാറി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം ഈ ഒരു പൊസിഷനിൽ കർസർ വരുമ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓട്ടോ ഫിറ്റ് ആയിക്കോളും. നമ്മൾ എഴുതിയേക്കുന്ന കണ്ടന്റ് എവിടം വരെ ഉണ്ടോ അതുവരെ നമ്മുടെ ആ സെല്ല് ഓട്ടോ ഫിറ്റ് ആയി മാറിക്കോളും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഇനി ഇതല്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു റാപ്പ് ടെക്സ്റ്റ് നോക്കുക. ജസ്റ്റ് റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കുക. മൾട്ടിപ്പിൾ ലൈനിലോട്ട് എത്ര വേർഡ് ഉണ്ടോ ആ വേർഡെല്ലാം കൂടെ നമ്മൾ ആ എച്ച് എന്ന് പറയുന്ന ആ കോളം അല്ലെങ്കിൽ ഈ ഒരു സെല്ല് എത്ര വിട്ടിലായിരുന്നു നിന്നിരുന്നത് ആ വിട്ടിൽ തന്നെ നമുക്ക് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ റാപ്പ് ചെയ്ത് ആ ഒരു സെല്ലിൻ്റെ അകത്തോട്ടാക്കിയാണ് ചെയ്യുന്നത്. ഇനി വരുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ സെല്ലിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങോട്ട് മാറിയപ്പോൾ വിട്ട് കൂടി, ഇനി വരുമ്പോൾ സെല്ലിൻ്റെ ഹൈറ്റ് കൂടി. നമുക്കിത് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ അടുപ്പിച്ചാൽ നമുക്കിത് കാണത്തില്ലാതായി പോയിട്ടുണ്ട്. ഈ ഹൈറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഓട്ടോ ഫിറ്റ് ആയിട്ടുണ്ട്, ഹൈറ്റും ഓട്ടോ ഫിറ്റ് ആയിട്ടുണ്ട്. അത് തിരിച്ച് പഴയ രീതിയിലോട്ട് കൊണ്ടിടുകയാണ്. ഇനി ഈ ഒരു അലൈൻമെന്റ് ടാബിൻ്റെ ഈ താഴത്തെ ഒരു കണ്ടോ, ഈ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റാപ്പ് ടെക്സ്റ്റും ഷ്രിങ്ക് ടു ഫിറ്റ് ഇവിടെ ഉണ്ട്. ഈ ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നോക്കുക. ആ ഒരു സെല്ലിൽ തന്നെ അഡ്ജസ്റ്റ് ആയി, പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. ഒരു സൈസ്, അതിൻ്റെ ഫോണ്ട് സൈസ് കുറഞ്ഞു പോയി. ഈ സീരിയൽ നമ്പറിനെ മൊത്തം സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തു. ഇതുണ്ട്, ഇത് അലൈൻമെന്റിന്റെ ഗ്രൂപ്പാണ്. അലൈൻമെന്റ് ഗ്രൂപ്പിൽ ധാരാളം റിബൺസ് ആണ്. ഇത് മിഡിൽ അലൈൻമെന്റ് ആണ്. ജസ്റ്റ് മിഡിൽ കൊടുത്തു, സെൻട്രൽ അലൈൻമെന്റ് ആണ്. ഇത് മിഡിൽ അലൈൻമെന്റ് ആണ്. വിഡ്ത്ത് ഒന്ന് സെറ്റ് ചെയ്തു. പ്രോഡക്ട്സിനെ ഒന്ന് ഹെഡിങ് ഇതാണ്, ഇതും ഓക്കെ ആണ്. ഇതിന് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തു. ഇതൊന്ന് ബോൾഡ് ആക്കിയാണ്. ബോൾഡാക്കി ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി, ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ബ്ലൂയിഷ് കളർ കൊടുത്തു. ഒരു ബോർഡർ കൊടുക്കുകയാണ്. പിന്നെ ബോൾഡാക്കി ചെറിയ ഇറ്റാലിക്സ് കൊടുത്തു. വേണമെങ്കിൽ ഒരു അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ ഫോണ്ട് സൈസ് മാറ്റി, ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്തു. ഒരു ഹൈലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇങ്ങനെ പല കളറിങ് എല്ലാം കൊടുത്തു. ഈ ഒരു ഷീറ്റിൽ കുറച്ച് ഡാറ്റ എഴുതി. ഡാറ്റയെ നമ്മൾ ബോൾഡ്, ഇറ്റാലിക്സ്, കളർ, അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്തു. ഇങ്ങനെ ഈ സെറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഇപ്പോൾ ഫോർമാറ്റിങ്ങിലെ വേറൊരു ചെറിയൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ് പെയിന്റർ, അതായത് ഞാനിവിടെ ഒരു സീരിയൽ നമ്പർ എഴുതി, ഇതിനൊരു പ്രത്യേക സ്റ്റൈലിങ്ങും ഫോർമാറ്റിങ്ങും കൊടുത്തു. ഇതേ ഫോർമാറ്റ് തന്നെ എനിക്ക് വേറൊരു അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുക. നമ്മൾ ഏത് സെല്ലിലെ ഫോർമാറ്റ് ആണോ നമുക്ക് വേണ്ടത് ആ സെല്ല് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് സെല്ലിലാണോ ഇതേ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, അതേ അപ്ലൈ ചെയ്തു. ഇനി അടുത്തതിനോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഈ ഫോർമാറ്റ് പെയിന്റർ വീണ്ടും ഞെക്കി ഇവിടെ വീണ്ടും നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കളർ ഒന്ന് മാറ്റുകയാണ്, യെല്ലോ ഇഷ് കൊടുത്തു. ഈ ഒരു ഫോർമാറ്റ്, ഈ യെല്ലോ ബാക്ക്ഗ്രൗണ്ട്, റെഡിലുള്ള കളറ്, ഇതിൻ്റെ ഇറ്റാലിക്സും ബോൾഡും, ഈ ഒരു ഫോർമാറ്റ് തന്നെ മൾട്ടിപ്പിൾ സെല്ലിൽ എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഫോർമാറ്റ് പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ജസ്റ്റ് ഇവിടെ മൗസ് ഹോവർ ചെയ്യുമ്പോൾ എന്താ ഓപ്ഷൻ നോക്കി താഴെ ഫോർ യുവർ ഇൻഫർമേഷൻ.
ടു അപ്ലൈ ദ ഫോർമാറ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ് ഡബിൾ ക്ലിക്ക് ദ ഫോർമാറ്റ് പെയിന്റർ. ഈ ഫോർമാറ്റ് പെയിന്ററെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കണ്ടോ നമ്മുടെ ഒരു ബ്രഷ് ഈ ഒരു മൗസ് കഴ്സറിന്റെ കൂട്ടത്തിൽ നീങ്ങുന്നുണ്ട്. ഇവിടെ ഞെക്കിയാൽ അതേപോലെ ആവും, ഇത് ഞെക്കിയാൽ അതേപോലെ ആവും, ഇത് ഞെക്കിയാൽ അതേപോലെ ആവും. മൾട്ടിപ്പിൾ പ്ലേസസിൽ നമുക്ക് അതേ ഫോർമാറ്റ് തന്നെ ഇന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓരോ പ്രാവശ്യവും ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൾട്ടിപ്പിൾ സെല്ലിൽ നമുക്ക് ഒരേ സമയം തന്നെ ഒരേ ഫോർമാറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോർമാറ്റിംഗ് മാറിക്കോളും.